Hi friends, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റെസിപ്പി മഷ്റൂം ടിക്ക പോപ്കോൺ ആണ്. ഒരു പാർട്ടിയിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ ആയിട്ടും സ്നാക്ക് ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കാണാൻ കഴിയും. ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഹങ്കേഡ് ഒരു 200 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഹങ്കേഡ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ബ്ലാക്ക് സോൾട്ട് ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ കസൂരി മെത്തി ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 200 ഗ്രാം കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂം 2 ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ഹാഫാക്കിയിട്ട്. അതൊന്ന് ഈ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം വേണ്ടത്. ഇപ്പോൾ മഷ്റൂം നല്ലപോലെ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഒരുപാട് ദിവസം എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഓരോ മഷ്റൂമും നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം തന്നെ ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഓരോ മഷ്റൂമായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇങ്ങനെ എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മഷ്റൂം ടിക്ക പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മിൻറ്റ് ചട്നിയും അതുപോലെ മയണൈസും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ചട്നിയുടെ കൂടെയാണ് ഇവിടെ ഇത് സെർവ് ചെയ്യുന്നത്. മയണൈസിൽ കുറച്ച് മിൻറ്റ് ചട്നി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ, തനിയെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീടുകളിൽ ഗസ്റ്റ് വരുമ്പോൾ ചെറിയൊരു പാർട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കിത് സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ സ്നാക്കായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.